അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദി പ്രവാസിയോട് മറ്റൊരു കാര്യം ഓർമ്മിക്കുകയാണ്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പിന്നെ സൗദി അറേബ്യയിൽ വീട്ടിൽ ജോലി എന്ന് പറഞ്ഞാൽ വീട്ടിലെ വികലാംഗരായിട്ടുള്ള ആളുകളെ നോക്കാൻ പ്രായമുള്ളവരുണ്ടാവും, കുട്ടികളുണ്ടാവും. വികലാംഗരെ കുട്ടികളോ പ്രായമുള്ളവരോ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവരൊക്കെ നോക്കാനുള്ള ഗവൺമെൻറ് ഫ്രീ കൊടുക്കുന്ന വിഷയമുണ്ട്. ഹൗസ് ലേബറിലേക്ക് അമൻമെൻസിലും ഒക്കെയുള്ള വിഷയമുണ്ട്. ഫ്രീ ആയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന അവരെ നോക്കാൻ. ഇത് കഫാല മാറുന്ന രീതി, അതിൻ്റെ ഫീസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ഗവൺമെൻറ് ഫ്രീ കൊടുക്കുന്നതായതുകൊണ്ട് അതിന് ഫീസില്ല. നിങ്ങൾ അവിടെ നിന്ന് ആ സ്പോൺസർ നിങ്ങൾക്ക് മറ്റൊരു സ്പോൺസറിലേക്ക് സ്പോൺസർഷിപ്പ് മാറാൻ സമ്മതം തരികയാണെങ്കിൽ അതിൻ്റെ ഫീസിൻ്റെ രീതി എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ അടക്കേണ്ടത് ഗവൺമെൻറ് ഫീസ് 2000 റസൂം, വിസയുടെ റസൂം ഉണ്ടാവും. സാധാരണ വിസയുടെ റസൂം അടക്കുന്നത് 2000 ആണല്ലോ. അതേപോലെ ഇത് ഫ്രീ കൊടുക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് റസൂം ഇല്ലാതെ കൊടുക്കുന്നത്. അപ്പം മാറുന്ന സമയത്ത് ഈ റസൂം 2000 അടക്കണം ആദ്യം. പിന്നെ സ്പോൺസർഷിപ്പ് മാറാനുള്ള 2000 അതും അടക്കണം. അങ്ങനെ 4000 റിയാലാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ചില ആളുകൾക്കൊന്നും അറിയില്ല. സൗദി അറേബ്യയിലെ വീട്ടിലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ നോക്കാൻ വരുന്ന വിസ ഫ്രീ കൊടുക്കുന്നതാണ് ഗവൺമെൻറ്. ആ വിസ മറ്റൊരു സ്പോൺസർക്ക് മാറുന്നതിൻ്റെ ഫീസിൻ്റെ രീതി, ചാർജ് 2000 ഗവൺമെൻറ് ഫീസ് അടക്കണം, വിസയുടെ ഫീസ്. പിന്നെ 2000 സ്പോൺസർഷിപ്പ് മാറാനുള്ള ഫീസ്. ഇങ്ങനെ 4000 റിയാലാണ് ഇതിൻ്റെ ഫീസ്. പ്രത്യേകം ഓർമ്മിക്കുന്നു, മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.